വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പ്രതികൾക്കെതിരെ CBI കുറ്റപത്രം. എറണാകുളം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. സന്തോഷ് ഈപ്പനാണ് ഒന്നാം പ്രതി. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, പ്രളയബാധിതർക്കായിട്ട് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷന്റെ പദ്ധതി നടത്തിയിരുന്നത്. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയുള്ള ക്രമക്കേടുകളിലാണ് ഇപ്പോൾ CBIയുടെ അന്വേഷണത്തിൽ ആദ്യഘട്ടത്തിലുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ കൊച്ചി സ്വദേശി സന്തോഷ് ഈപ്പനെ ഒന്നാം പ്രതിയാക്കിയും ഒപ്പം തന്നെ സ്വപ്ന സുരേഷ്, നേരത്തെ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിരുന്നവരാണ് സ്വപ്ന സുരേഷ് അടക്കമുള്ള ആളുകളെ മറ്റു പ്രതികളുമായി ചേർത്തുകൊണ്ടാണ് ഏതായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിലെ പ്രതികളുടെ പേരുകൾ വായിച്ചു കഴിഞ്ഞാൽ സന്ദീപ് നായർ, സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരാണ് ഈ കേസിൽ മറ്റ് പ്രതികൾ. ഒപ്പം തന്നെ ലൈഫ് മിഷനും ഈ കേസിൽ കക്ഷി തന്നെയാണ്, പ്രതി തന്നെയാണ്. ഏതായാലും 21 കോടി രൂപയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ, അതായത് ഈ വിവാദത്തിലായിരുന്നത് ഈ UAE-യിലുള്ള കമ്പനി ഈ പ്രളയബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി 21 കോടി രൂപ നൽകിയിരുന്നു. ഇതിൽ നിന്ന് 4 കോടിയോളം രൂപ കമ്മീഷൻ ഇനത്തിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികൾ തട്ടിയെടുത്തു എന്നായിരുന്നു കേസ് ഉണ്ടായിരുന്നത്. ആദ്യം ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പിന്നീട് അന്ന് MLA ആയിരുന്ന അനിൽ അക്കരെ പരാതി നൽകുകയും ഇതുമായി ബന്ധപ്പെട്ട് CBI കേസെടുത്ത് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നത്. ഇതിലാണ് ഇപ്പോൾ ഏതായാലും ആദ്യഘട്ടത്തിലുള്ള കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് CBI വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന M ശിവശങ്കർ അടക്കമുള്ള ആളുകളും ഈ കേസിൽ പ്രതികളാണ്. ഇവരെയും ചോദ്യം ചെയ്യേണ്ടതും ഒപ്പം തന്നെ ഇവരുടെ കൂടുതൽ വിവരങ്ങളൊക്കെ ശേഖരിക്കേണ്ടതുണ്ട്. M ശിവശങ്കർ കൈകാര്യം ചെയ്തിരുന്ന ചില ഫയലുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് CBI വ്യക്തമാക്കുന്നത്. ഇത് നേരത്തെ തന്നെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തിരുന്ന ഫയലുകളാണ്. ഈ ഫയലുകൾ കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ അന്വേഷണത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് CBI വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതിലെ ആദ്യഘട്ട കുറ്റപത്രമാണ് ഇപ്പോൾ CBI സമർപ്പിച്ചിരിക്കുന്നത്. ശ്രീജ.